കന്നിമാസത്തിലെ ആയില പൂജയായിരുന്നു കേട്ടോ ഇന്നലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലത്തിൽ ഇന്നലെ ആയില പൂജയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടങ്ങാട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനും മേമന്മാർ രണ്ടുപേരും പിന്നെ എൻ്റെ ഫ്രണ്ട് സുഷിയും കൂടിയിട്ടാണ് വന്നത്. ഇതിൽ സിന്ധുമേമിയും സുഷിയും ആദ്യമായിട്ടാണ് കേട്ടോ അവിടങ്ങാട്ടേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അവളോട് കുറച്ച് നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. കുറച്ച് നേരം അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പോരുന്ന വയ്ക്ക് ഇതുപോലെ ഷെയ്ക്കും ചായയൊക്കെ കുടിച്ചിട്ട് തന്നെയാണ് വന്നത്. പായുമ്പോൾ എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാൻ കേട്ടോ മൂപ്പരാളെ കൊണ്ടുപോകാണ്ട് അമ്പലത്തിലേക്ക് പോയതിന്. അപ്പോൾ ആ പരിഭവം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കരിക്ക് സോഡ സർവത്ത് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ തങ്ങൾപടിയിൽ, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ തന്നെ ഇങ്ങനെ നിറയെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാങ്ങ വാങ്ങിച്ചു, പിള്ളേരു അരിനെല്ലിക്കും ലൂബിക്കായൊക്കെ അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. ഈ പരിഭവം പറിച്ചിൽ എന്തിനാണെന്നറിയോ, മൂപ്പരാൾക്ക് വണങ്ങാട്ടത്തെ ഊണ് ഭയങ്കര പ്രിയാണ്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടാകുന്നില്ല, സുഷിയും കഴിച്ചില്ല, മേമന്മാർ രണ്ടുപേരുമാണ് കഴിച്ചത്. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന ചേട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. ചാർലിക്ക് ആരെങ്കിലും അതിൽ ഉറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മൂപ്പരാൾ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട്. ഇന്നലെ വാടാനപ്പള്ളി പോയപ്പോൾ കൂർക്കരിക്കണുണ്ടപ്പോൾ പാവിന് വേണമെന്ന് പറഞ്ഞിട്ട് വില ചോദിച്ചപ്പോൾ 1 കിലോയ്ക്ക് 250 രൂപ. ഞാനത് അവിടെ വെച്ചിട്ട് തന്നെ പോന്നു കേട്ടോ. ഇവരുടെ കയ്യിലുണ്ടായിരുന്നു 1.5 കിലോ 120 രൂപയ്ക്ക് എനിക്ക് സംഭവം കിട്ടി. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കാൻ സാധിക്കുക ഇങ്ങനെ പോയാൽ?